ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനുവും അച്ഛനും അമ്മയും കൂടെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന എവിടെയാണ് പിടിമുറുക്കേണ്ടതെന്ന് അറിയാവുന്നവളാണെന്നും ആ ഒരു സ്ഥലത്ത് തന്നെ അവൾ പിടിമുറുക്കി അവളുടെ തനി നാറ അവൾ കാണിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ദേഷ്യപ്പെടും അമ്മ മോൻ്റെ മുന്നിൽ. ഇവിടെയുള്ളവർ കണ്ണി കണ്ട പോലീസുകാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ കൈ നിറയെ കാശും കൊടുത്ത വിഡ്ഢിവേഷം കെട്ടി നടന്നപ്പോഴേ അവൾ ഒറ്റ പൈസ മുടക്കാതെ കാര് സാധിച്ചെടുത്തു എന്ന് അമ്മ പറയുവാണ്. സമ്മതിക്കണം അവളെ. അലീന എന്ത് ചെയ്തെന്നാ നീ പറയുന്നതെന്ന് ശിവൻ ചോദിക്കുമ്പം അതും ഞാനിനി വിശദീകരിച്ച് തരണമെന്ന് ചോദിക്കുകയാണ് ഈ ശിവനോട്. അന്ന് ഞാൻ പറഞ്ഞതാ ആ നശിച്ച പെണ്ണിനെ കൊണ്ട് മൊഴി മാറ്റിക്കാൻ. അന്ന് നിങ്ങളാരും കേട്ടില്ല. അപ്പോൾ അതിനും അന്നേരം നിങ്ങളെന്താ പറഞ്ഞത്? സമുദായക്കാർ, കുറ്റക്കാർ, പോലീസുകാർ സമ്മതിക്കുന്നില്ല, കോളനിക്കാർ തടയുന്നു, ഇങ്ങനെ എന്തെല്ലാം കാരണങ്ങളായിരുന്നു നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അവളോ അലീന സൂത്രത്തിൽ കാര് സാധിച്ചെടുത്തത് നിങ്ങൾ കണ്ടില്ലേന്ന് ചോദിച്ചു. സ്നേഹവും സഹതാപവും കണ്ണീരും ഒക്കെ കാണിച്ച് അവൾ ആ പെണ്ണിനെ കയ്യിലെടുത്തു. അതിനെ കൊണ്ട് മൊഴി മാറ്റി പറയിക്കുകയും ചെയ്തു. ആ അലീനയുടെ പാതി ബുദ്ധിയെങ്കിലും ഈ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിലേ എൻ്റെ മോനിപ്പോൾ ഇവിടെ ഇരുന്നേനെ. എൻ്റെ മോൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെടുമ്പം എല്ലാം അമ്മയുടെ വെറും തെറ്റിദ്ധാരണയാണെന്ന് മനു അന്നേരം പറഞ്ഞു കൊടുത്തു. അലീന പറഞ്ഞിട്ടൊന്നും അല്ല ആ കുട്ടി മൊഴി മാറ്റി പറഞ്ഞത്, അത് നമുക്ക് അറിയാവുന്ന ചോദിച്ചു മനു. രോഹിത് തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെയാണെന്ന് പറയുമ്പോൾ അയ്യോടോ പച്ച പാവം, തെറ്റൊന്നും ചെയ്യാത്ത എള്ള കുട്ടി. ഓ പിന്നെ അവൻ എന്തിനാടാ ആ വീട്ടിലേക്ക് പോയത്? എന്ത് കാണാനാടാ പോയതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുക. നീ ഇങ്ങനെ ഒരു മൊരമണ്ടനായി പോയല്ലോടാ. ആ അലീന പറയുന്ന നുണയൊക്കെ അങ്ങ് കയറി വിശ്വസിച്ചോളും. അലീന എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അവൾ അങ്ങനെയൊന്നും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവളല്ലെന്ന് എനിക്ക് അറിയാവുന്നൊക്കെ പറയുമ്പം പിന്നെ പുണ്യാളത്തിയല്ലേ അവള്, പുണ്യാളത്തി. നീ ഒരു രൂപക്കൂട്ടിൽ ഇരുത്തി അവളെ അങ്ങ് മെഴുകുതിരി കത്തിച്ചങ്ങ് വെച്ചോ. പട്ടിയെ പോലെ ബാലാട്ടി അവളുടെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോടാ നീ. അവളോട് പറഞ്ഞ് സ്വന്തം അനിയനെ കൂടി രക്ഷിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അല്ലെങ്കിലും അശേഷം കൂടപ്പുറപ്പ് സ്നേഹം ഇല്ലാത്തവനാണ് നീ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞിരിക്കുമ്പം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നും മകൻ അമ്മയോട് പറയുക. തെറ്റ് ചെയ്താൽ അവൻ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി തന്നെ വരും. അതെ, ലോകനീതിയായിട്ടുള്ള കാര്യമാണെന്നും മനു അമ്മയോട് പറയുന്നു. പിന്നെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സുഖം കിട്ടുമെന്നുണ്ടെങ്കിൽ അമ്മ അത് ചെയ്തുകൊണ്ടിരുന്നോളാനും മകൻ അമ്മയോട് പറയുവാണ്. അതും പറഞ്ഞ് നമ്മുടെ മനു അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി. മനു എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ശിവനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നെ കമല ഭയങ്കര കലിപ്പിലിരിക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ബാലൻ്റെ വീട്ടിൽ അലീന, ബബിത, കൃഷ്ണ ഇവരെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വന്നു. അച്ഛനത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ കോട്ടയം സബ് ജയിലിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പം രോഹിണിനെ കൊണ്ടുവരാൻ പോവാണോ എന്ന് ചോദിച്ചു. ആ അതെ, എന്താ ഞാനും വരട്ടെ? അതിനെന്താ നീ പോരേന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വരാവേന്ന് പറഞ്ഞു. ബബിത വേഗം റെഡി ആവാനായിട്ട് അങ്ങ് പോയി, അലീനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. അപ്പം നീ വരുന്നോടിയെന്ന് കൃഷ്ണയോട് ചോദിച്ചു. അപ്പം ഞാൻ വരുന്നില്ല അച്ഛാ, എനിക്ക് രോഹിയേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നൊന്നും കാണണ്ടാന്ന് പറഞ്ഞു കൃഷ്ണ. അപ്പം നീ വെറുതെ കാരണത്ത് ഇരുന്നാൽ മതിയെന്നേ, അപ്പം ഇവിടെ വരുമ്പോൾ എനിക്ക് കാണാമല്ലോ അച്ഛാ, പിന്നെന്താണെന്ന് ചോദിച്ചു കൃഷ്ണ. അപ്പോൾ അലീനയോട് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് ഇല്ല അച്ഛാ, ഞാൻ മന്നില്ല എന്ന് പറഞ്ഞു. നീയാണ് വരാൻ ഏറ്റവും യോഗ്യതയുള്ളവൾ എന്ന് അച്ഛൻ ഇങ്ങനെ അലീനയോട് പറയുമ്പം എനിക്ക് കർട്ടന് പുറകിൽ നിൽക്കുന്നത് അച്ഛാ ഇഷ്ടമെന്ന് അലീന ബാലനോട് പറയുവാണ്. ഞാനെന്തായാലും നിർബന്ധിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിതമ്മൾ ഒരുങ്ങി റെഡിയായിട്ട് ഓടി വന്നു. അച്ഛാ ഞാൻ റെഡി അച്ഛാ എന്നും പറഞ്ഞ് വന്നു കേട്ടോ. അപ്പം ശരി, ഞങ്ങൾ പോയി അവനെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് ഇവർ യാത്ര പറഞ്ഞു പോണു. അങ്ങനെ സബ് ജയിലിലെത്തി. മകളാണെങ്കിൽ കാറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങോട്ട് പോകാനൊന്നും ഉള്ള ഒരു ഇത് കാണിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി വരുന്നു നമ്മുടെ മകൻ ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ ഇത് കണ്ടിങ്ങനെ നിൽക്കുക. എന്നിട്ട് രോഹിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആരാ നിങ്ങൾ എന്ന് ചോദിച്ചാൽ പോലീസുകാർ. അപ്പോൾ ഇതെൻ്റെ മകനാ, ഞാനിവനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാന്ന് പറഞ്ഞപ്പോൾ ID കാർഡ് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ID കാർഡ് കാണിച്ചു. അങ്ങനെ രോഹിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ രോഹിയുടെ കയ്യും പിടിച്ച് ഇങ്ങനെ രോഹിയെ കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റാനായിട്ട്. അപ്പോൾ രോഹിയുടെ കാലൊന്നും നിലത്ത് വെക്കത്തില്ല കേട്ടോ, ഭയങ്കര വേദന. ആരുടെയും മുഖത്തൊന്നും നോക്കുന്നില്ല രോഹിത്ത്. ആ സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് ഡോറ് തുറന്നു കൊടുത്തപ്പോൾ ഫ്രണ്ടിലിരിക്കാതെ പുറകിലിരിക്കാം. അപ്പോൾ രോഹിയുടെ മുമ്പിലിരിക്കാൻ പറഞ്ഞു ബബിത. പുറകിലേക്ക് അങ്ങ് കയറിയിരുന്നു. നീ കയറാൻ പറഞ്ഞു അച്ഛൻ മോളോട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി രോഹിത്തിനെയും കൂട്ടി വീട്ടിലോട്ട് പോവുക. അപ്പോൾ രോഹിത്ത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിലത്തേക്ക് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒരു അക്ഷരം പോലും ആരോടും മിണ്ടിയിട്ടില്ല. അങ്ങനെ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന മകനെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ നോക്കുന്നു. ചേട്ടനെ അനിയത്തിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ രോഹി സങ്കടത്തോടെ ഇങ്ങനെ തല കുനിച്ച് തന്നെ ഇരിക്കുമ്പം നീ വിഷമിക്കേണ്ട കേട്ടോ, ഞങ്ങൾ ആരും നിന്നെ കൈവിടത്തില്ല എന്ന് രോഹിത്തിനോട് ബാലൻ അന്നേരം പറയുക. മനുഷ്യരല്ലേ, അപ്പം തെറ്റൊക്കെ പറ്റി പോകുമെന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ മകൻ ശ്രദ്ധിക്കുന്നില്ല. എല്ലാം മറന്നു കളയാൻ പറഞ്ഞു അച്ഛൻ മോനോട്. ഒന്നും
ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ രോഹിയേട്ടാന്ന് പറഞ്ഞ് ബബിത വിളിക്കുന്നുണ്ട് അവിടെ നിന്ന്. രോഹിത് ആരോടും മിണ്ടുന്നില്ല. അപ്പോൾ അതേ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന രോഹിത്തിനോട് നമ്മുടെ ബാലൻ ഇങ്ങനെ ഓരോന്നോരോന്ന്, അതായത് രോഹിത്തിനെ കൊണ്ട് മിണ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിനൊന്നും മകൻ പ്രതികരിക്കുന്നില്ല. എടാ നീ പോന്നപ്പോൾ ഹരിയൊക്കെ എന്നാ പറഞ്ഞെടാ എന്ന് ബാലൻ ചോദിക്കുന്നു. അതിനും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എടാ നീ എന്താണോ ഒന്നും മിണ്ടാത്തേ, ഒന്നും നിനക്ക് പറയാനില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പോഴും എന്തോ ഒരു അഹങ്കാര രീതി തന്നെയാണ് രോഹിത്തിൻ്റെ പ്രവർത്തികളും സ്വഭാവവും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ അതേ ബാലനാണെങ്കിൽ പിന്നെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. എടാ മോനെ നമുക്കിവിടെ ഇറങ്ങി ചായയോ കോഫിയോ എന്തെങ്കിലും കുടിച്ചിട്ട് പോയാലോടാന്ന് ചോദിച്ചു അച്ഛൻ. അപ്പം നീ വിശന്നിരിക്കല്ലേ എടാന്ന് ചോദിച്ചു. അതും വേണ്ടാന്ന് പറഞ്ഞു. എടാ ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോകാം. അപ്പോൾ എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം ഒച്ച വയ്ക്കുന്നു. പിന്നെ അച്ഛനൊന്നും പറഞ്ഞില്ല കേട്ടോ. നേരെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് വണ്ടിയുടെ ഡോറ് തുറന്നു. ബാലൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. ബബിത വണ്ടിയെ തന്നെ ഇരിപ്പുണ്ട്. ബബിത എന്നിട്ട് വണ്ടിയിൽ ചേട്ടനെ ഒന്ന് നോക്കിയേച്ച് ഇറങ്ങി. എന്നിട്ട് ഡോറ് തുറന്നു കൊടുത്തു. ഇറങ്ങുന്നില്ലേന്ന് ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല. വാ രോഹിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ബബിത വിളിക്കുക. രോഹിത്ത് ഇറങ്ങുന്നില്ല. ആ സമയത്ത് നമ്മുടെ അലീന വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോഴത്തേക്കും രോഹിത്ത് എന്തി അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ ദേ എന്ന് പറഞ്ഞ് ഇങ്ങനെ അച്ഛൻ കാണിച്ചു കൊടുക്കും. അപ്പോഴത്തേക്കും രോഹിത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ആ കാല് ചെരുപ്പൊന്നും ഇടാതെയാണല്ലോ പോകുന്നത്. ആ വയ്യാത്ത ഇത് കാലും കൊണ്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരുമ്പോൾ അലീന ഇങ്ങനെ അനിയനെ അടിമുടി നോക്കുവാണ്. അവശനായി തകർന്നു വരുന്ന അനിയനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അലീനയ്ക്ക് ശരിക്കും സങ്കടമായിട്ടോ. അപ്പോഴത്തേക്കും ചേട്ടന് ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ ബബിത തണലായി എന്നൊക്കെയുള്ള ഒക്കെ പറയില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇങ്ങനെ താങ്ങി പിടിച്ചൊക്കെ ഇങ്ങനെ വരുവാണ്. അലീനയെ ആരെയും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ കയറി മുറിയിലേക്ക് വന്നപ്പോഴത്തേക്കും വേച്ച് പോവുക വീഴാനായിട്ട് രോഹിത്ത്. അങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ സ്റ്റെയർ കയറി തൻ്റെ മുറിയിലേക്ക് പോകുന്നു. എടാ വല്ലതും കഴിച്ചിട്ട് കയറി പോടാന്ന് അച്ഛൻ പറഞ്ഞു. നീ ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ, പിന്നെന്താ ഒന്നും കഴിക്കാതെ കയറി പോണേ എടാ എന്നും പറഞ്ഞ അച്ഛൻ ഇങ്ങനെ വിളിച്ചു. മിണ്ടാതെ മകനകത്തേക്ക് കയറിപ്പോയി. അന്നേരത്തേക്ക് അലീന നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇത്രയും ദിവസം ജയിലിലായിരുന്നില്ലേ അച്ഛാന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ മോഡലിലൊന്നും മാറാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ കാറിൽ വെച്ചും അവനൊരക്ഷരം പോലും മിണ്ടിയിട്ടില്ലെന്നേ അച്ഛാ. അവന് ഭയങ്കര നാണക്കേടായിരിക്കും അച്ഛാന്ന് അലീന ഇങ്ങനെ ബാലനോട് പറയുക. അപ്പം അതേന്ന് അച്ഛന് മനസ്സിലായി. പെട്ടെന്ന് നമ്മളോടൊക്കെ ഇടപഴകാനേ ഒരു പ്രയാസവും കാണും അച്ഛാന്ന് പറഞ്ഞു. എന്നാലും അവൻ അത്രയ്ക്ക് നിരപരാധിയൊന്നും അല്ലല്ലോ ആണോന്ന് ചോദിച്ചു അച്ഛൻ അലീനയോട്. അതും അവനെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ. നമ്മൾ നല്ലതുപോലെ ക്ഷമ കാണിക്കേണ്ട സമയം അച്ഛാ ഇതെന്നൊക്കെ പറഞ്ഞ് അലീന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ശരി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബാലനും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഈ സമയത്ത് അലീനയും ബബിതയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ബബിത അലീനയോട് മിണ്ടാതെ അങ്ങ് പോയി. ഈ സമയം അലീന അടുക്കളയിലേക്ക് പോയി ഓരോന്ന് ചെയ്യുക. പിന്നെ കാണിക്കുന്നത് വൈജ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. മേഡത്തിൻ്റെ മോനാണ്, ജാമ്യം കിട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ പത്രക്കാരെയൊക്കെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞു വൈജ പുള്ളിക്കാരിയോട് സംസാരിക്കുമ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അല്ല പീഡിപ്പിച്ചെന്ന് പറയാൻ ഫ്രണ്ട് പേജും ഫോട്ടോകളും പിന്നെ അതൊക്കെ അകത്തെ പേജുകളിലോ കുറെ കെട്ടിച്ചമച്ച കഥകളും. അപ്പം നേഴ്സ് അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക. എൻ്റെ മകൻ കുറ്റക്കാരനല്ലെന്നും അവനെ ജാമ്യം അനുവദിച്ചു എന്നുള്ള വാർത്ത ലോക്കൽ പേജിൽ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നുവെന്നും ആര് കാണാനാണെന്നും വൈജ ചോദിക്കാം. അത് പിന്നെ അങ്ങനെയല്ലേ മേഡം, കുറ്റവാളി രക്ഷപ്പെടുന്നത് പത്രക്കാർക്കും ഇഷ്ടമല്ല ജനങ്ങൾക്കും ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ. പീഡന കേസിലെ 10 പേരെ കൂടി പോലീസ് പ്രതി ചേർത്തു എന്നുള്ള വാർത്തയായിരുന്നെങ്കിൽ ഫ്രണ്ട് പേജ് തന്നെ അത് കൊടുത്തേനേന്ന് പറഞ്ഞു. ആൾക്കാർ രസം പിടിച്ചത് വായിക്കുമല്ലോ മേഡം എന്ന് പറഞ്ഞു. ആ നേഴ്സ് വൈജയോട് പറഞ്ഞിട്ട് പോണു. വൈജ എന്നിട്ട് ഇങ്ങനെ അവിടെ കിടക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിത മോള് ഫോൺ എടുത്ത് അമ്മയെ വിളിക്കുന്നു. അതും ചേട്ടൻ്റെ കാര്യം പറയാനായിട്ട്. ഹലോ അമ്മേ, രോഹിയേട്ടൻ വന്നമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലെത്തിയോടി അവൻ? എത്തിയമ്മേ, ഞാനാ അച്ഛൻ്റെ കൂടെ പോയത് കൂട്ടിക്കൊണ്ട് വരാനെന്ന് പറയുമ്പോൾ എന്നിട്ട് അവനെ ഇതിൽ കൊണ്ടുവന്നില്ലല്ലോടി. നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു. അച്ഛൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കണ്ടാന്ന്. അപ്പോൾ എന്നോടുള്ള വാശി തീർക്കുക അല്ലേ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വന്നിട്ട് പോയ എന്നായിരുന്നു കുഴപ്പമെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനിപ്പോഴേ നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ലമ്മേ, അവള് പറയുന്നത് പോലെയല്ലേ എല്ലാം. അവൾ വന്നായിരുന്നോ സബ് ജയിലിലോട്ട്? അപ്പം ഇല്ല, ഞാനും അച്ഛനും കൂടിയാ പോയതെന്ന കാര്യം മകള് പറയാം. നന്നായി, ഇതേ ഉള്ളൂ. ഞാനിന്നലെ പറഞ്ഞു തന്നതുകൊണ്ടല്ലേ, ഇല്ലെങ്കിലോ അവൾ കയറി അങ്ങ് പോകില്ലായിരുന്നോ ബാലചന്ദ്രൻ്റെ കൂടെയെന്ന് അമ്മ ചോദിക്കുക. കാറിലോട്ട് കയറിയ ഫ്രണ്ട് സീറ്റിലല്ലേ അവൾ ഇരിക്കത്തുള്ളൂ എന്നും ചോദിച്ച് വൈജ അവിടെയും കുശുമ്പും കുഞ്ഞായും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞെളിഞ്ഞിരിക്കുന്നതാണ്ടാ തോന്നും അവളുടെ സ്വന്തം കാറാണെന്നും ബാലചന്ദ്രൻ അവളുടെ ഡ്രൈവറാണെന്നും അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ അമ്മയെന്ന് മകള് പറഞ്ഞു കൊടുക്കുന്നു. ചോദിക്കാൻ മറന്നു, രോഹിമോൻ എങ്ങനെ ഇരിക്കുന്നടി, അവൻ ക്ഷീണിച്ചു പോയോടി എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ വലിയ ക്ഷീണമൊന്നുമില്ല,
പിന്നെ ജയിലിൽ ഇപ്പോൾ ഫുഡൊക്കെ നല്ലതാണെന്ന് അച്ഛൻ പറഞ്ഞതെന്ന കാര്യം പറഞ്ഞു മകള്. എന്തായാലും പോലീസും ജയിലർമാരും കുറേ തല്ലി കാണുമായിരിക്കും അല്ലേടി, അതിൻ്റെയൊക്കെ ക്ഷീണം ഇല്ലാതിരിക്കുമോടി. അപ്പോൾ ഇടി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അന്ന് ഇവിടെ വെച്ച് രോഹിയേട്ടനെ പിടിച്ചപ്പോൾ തന്നെ പോലീസ് ശരിക്കും കൊടുത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ മോൻ വെറുതെ പോലീസിൻ്റെ തല്ലുകൊണ്ടല്ലോടി ജയിലിൽ പോയി കിടന്നു. വല്ല കുറ്റം ചെയ്തിട്ടാണോ ആ പോലീസുകാരൻ്റെ കയ്യിലോട്ടൊന്നും കിട്ടണം എന്നൊക്കെ പറഞ്ഞ അമ്മ ഇതാവുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചായിരുന്നു, രോഹിയേട്ടൻ കുറ്റക്കാരനല്ലെങ്കിൽ ഇതുവരെ കിട്ടിയ തല്ലും ജയിൽ കിടന്നതും ഒക്കെ ഭയങ്കര തെറ്റായി പോയില്ലേന്ന്, അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടണ്ടേന്ന്. അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ എന്നാ പറഞ്ഞേ? അതോ അച്ഛൻ പറയുന്നതേ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണെന്നാ, നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ വെറുതെ വിടും, അത്രേ ഉള്ളൂ എന്നാ പറഞ്ഞത്. പിന്നെ അതുവരെ കിട്ടിയ അടി ഇടിയും ചവിട്ടും തൊഴിയും അപമാനവും ലോക്കപ്പിലിട്ടതും ജയിലിലടച്ചതും അതിനൊന്നിനും ആർക്കും ഉത്തരവാദിത്വം ഇല്ല എന്ന്. അത് കേട്ടപ്പം എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇത് എന്തോന്ന് പറഞ്ഞ സിസ്റ്റമായത്. ഓഫ്, ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചവന് പറയുമ്പം ഞാൻ ഫോൺ വെക്കട്ടെ അമ്മേ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നിൽക്ക് വയ്ക്കില്ലേ, നിനക്ക് എന്നാ എത്ര ധൃതി? പിന്നെ എനിക്ക് രോഹിമോനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. നീ ഈ കോള് അവൻ്റെ കയ്യിലേക്കൊന്ന് കൊടുക്കാവോ എന്ന് ചോദിച്ചു. രോഹിയേട്ടൻ മുകളിലാ അമ്മേ. മുകളിലെന്ന് പറഞ്ഞാലോ ബഹിരാകാശത്ത് വല്ല ആണോടി, കൊണ്ടേ കൊടുക്കടിയെന്ന് പറഞ്ഞു. കൊടുക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ബബിത അങ്ങോട്ട് പോകും. എന്നിട്ട് രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു. രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് വാതിലിൽ കൊട്ടി, തുറക്കുന്നില്ല. രോഹിട്ടൻ വാതിൽ തുറക്കുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. നീ ഒന്നുകൂടെ കൊട്ടി തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. അമ്മേ കാറിലിരുന്നപ്പോഴേ ഒരൊറ്റ അക്ഷരം പോലും മിണ്ടിയിട്ടില്ല അമ്മേ, ആരോടും ഒന്നും മിണ്ടുന്നില്ല. അപ്പം അവനെ ജാമ്യത്തിൽ ഇറക്കില്ലേ, പിന്നെ എന്നാത്തിന് അവൻ ദേഷ്യപ്പെടുന്നേ? അത് അച്ഛൻ ഏതാണ്ടൊക്കെ ചോദിച്ച് സംസാരിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചതാ, കേൾക്കാത്ത മട്ടിൽ ഇരിക്കുകയായിരുന്നു രോഹിയേട്ടൻ, ഒരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ ചോദിക്കാം അവനോട് എന്നാ പറ്റിയെന്ന്, നീ ഒന്നുകൂടെ ഒന്ന് അവനെ വിളിച്ചേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച്. അപ്പം പറയുമ്പോഴത്തേക്കും ബബിത എന്ന് വാതിൽ കൊട്ടിയപ്പോഴത്തേക്കും ഒരു ഒറ്റ തുറക്കലായിരുന്നു. രോഹിത്ത് വന്ന് തുറന്നിട്ട് എന്നാ എന്ന് ചോദിച്ചു. ഇതെന്താ വാതിൽ തുറക്കാൻ താമസം, എത്ര പ്രാവശ്യം വിളിച്ചു എന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായിരുന്നു എന്ന് നേരം ബബിതയോട് പറയുവാണ് മകൻ. ഇതൊക്കെ അമ്മ കേൾക്കുക, വാതിൽ വന്ന് മുട്ടി വിളിക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം. അപ്പം ഞാൻ എന്നാ ചെയ്തിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നേ? അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് വിളിച്ചതെന്ന് പറയുമ്പം എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞു രോഹിത്ത്. ഇതൊക്കെ അമ്മ കേൾക്കുക, അമ്മ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, അമ്മയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് സംസാരിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ പിടിച്ചൊരു തട്ടെന്ന് തട്ടി. അപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് പകുതി ചോദിച്ചപ്പോഴത്തേക്കും ആ വാതിലടച്ച് കുറ്റിയിടുകയും ചെയ്തു. കേട്ടില്ലേ, രോഹിണിന് സംസാരിക്കണ്ടെന്നാണ് പറഞ്ഞത്. ഞാനാണെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞെന്നേ, സംസാരിക്കണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അത്ര നല്ല മൂഡിലല്ലെന്നാണ് തോന്നുന്നത്, പിന്നെ വിളിക്കാം. അപ്പോൾ അവന് ഭയങ്കര സങ്കടം ഉണ്ടായിരിക്കും. നീ എന്തായാലും ഫോൺ വെച്ചോ, ഞാൻ അവനെ പിന്നെ വിളിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ബബിത ഡോറെ മുട്ടാൻ നോക്കി. പിന്നെ കേൾക്കുമെന്ന് ഓർത്ത് വേണ്ടാന്ന് വെച്ച് അങ്ങ് പോയി. ഫോണും കയ്യിൽ പിടിച്ചിങ്ങനെ വൈജമോള് വിഷമിച്ചിങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ബബിത താഴേക്ക് ഇറങ്ങി വരുമ്പം രോഹിത്തിന് കഴിക്കാനുള്ള ഫുഡും വെള്ളവും ചായയും ജ്യൂസും ഒക്കെ ആയിട്ട് അലീന മുകളിലേക്ക് പോകാൻ തുടങ്ങും കേട്ടോ. ആ സമയത്ത് എങ്ങോട്ടാ? അത് പിന്നെ ഇത് രോഹിത്തിന് കൊടുക്കാനാണെന്ന് പറയുമ്പോൾ ചെല്ല് വേഗം ചെല്ല്, അപ്പം കിട്ടാനുള്ളത് മേടിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് അങ്ങ് പോയി. എന്നിട്ട് അതൊക്കെ ഒളിച്ച് കേൾക്കുക കേട്ടോ. അലീന ചെല്ലുമ്പോൾ കിട്ടും എന്നുള്ള കാണാനുള്ള കൊതി കൊണ്ട്. എന്നിട്ട് അലീന മുറിയിലേക്ക് ചെന്ന് ഡോറയിൽ മുട്ടി രോഹിത്തെ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ രോഹിത്ത് വന്ന് വാതിൽ തുറന്നു. എന്തൊരു നാശം ഇത്, ജയിലിലില്ലല്ലോ ഇത്ര ശല്യം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയോട് ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ കുടിക്കാൻ ചൂട് കോഫി ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് കുടിക്കാൻ ഫ്രഷ് ജ്യൂസ് ഉണ്ടെന്നും പിന്നെ ബിസ്ക്കറ്റും പഴവും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് കണ്ണ് കാണാം, വിശദീകരിക്കണ്ടെന്ന് അലീനയോട് പറയുവാണ് ഈ രോഹിത്ത്. എന്നത് വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഇവിടെ വേണ്ട, വേറെ എവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. എന്തായാലും എപ്പോഴായാലും ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാനുണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് അലീന രോഹിത്തിനോട് ചോദിക്കും കേട്ടോ. രോഹിത്തിന് ദേഷ്യം കാരണം ഒരു രക്ഷയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ കലി കയറി ഇങ്ങനെ രോഹിത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.